എന്ത് ശബ്ദം കേട്ടോ? അമ്മ കണ്ണു കാണില്ല. ഓ കണ്ണുപോട്ടൻ, അത് വാച്ചാ. ഇതാ കണ്ണട. പോയി നോക്കണം. നോക്കാൻ പോവല്ലേ? കാലം പിടിച്ച് വലിച്ചു പപ്പ. ഞാൻ കണ്ടു 2-3 പേരുണ്ട് അങ്ങോട്ട് ഓടിയത്. ശില്പ പോലീസിൽ ഫോൺ ചെയ്യ് വേഗം. കള്ളന്മാര്! അയ്യോ! നല്ല ആരോഗ്യമുള്ള കള്ളന്മാരായിരുന്നു സാറേ. മാഡത്തിന്റെ കൊലുസ് മാത്രം അവർക്ക് കിട്ടിയുള്ളൂ. അയ്യോ, ഇതെന്താ സാറേ പോലീസുകാരെ പോലെ എല്ലാം കഴിഞ്ഞിട്ട് തോക്കുമായിട്ട്? എന്റെ വലതുകാല് പോയേ. ബ്രേക്ക് ചവിട്ടേണ്ട കാല. ഇനി ഇവന് കാർ ഓടിക്കാൻ പറ്റുമെന്ന് തോന്നണില്ല. പിരിച്ചു വിട്ടാലോ സാറേ? താൻ ചുമ്മാ ഇരിക്കണോ? എപ്പോഴും ചുമ്മാതിരിക്കല്ലേ സാറേ? സുഖായി. താൻ പറഞ്ഞത് വെച്ച് നോക്കുമ്പോ മോഷണം തന്നെ ആയിരിക്കണം അവരുടെ ലക്ഷ്യം. വിലപ്പെട്ട ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളത് ഉറപ്പാണോ? ഒന്നും പോയിട്ടില്ല. അതിനുള്ള സാവകാശം അവർക്ക് കിട്ടിയില്ല. അബുക്ക, എനിക്കൊരു ചായ വേണമെങ്കിൽ അടുക്കള പോയി കുടിക്കടാ. റൈസിനും പാവാടിയിട്ട് അടക്കാൻ വൃത്തിയായിട്ടോ തുണിപ്പൊക്കി കാണിക്കും. അയ്യോ, ഇതിനും സോറി സാർ. ഇവിടെ വാ. നിന്നെ തന്നെ ഇവിടെ വരാൻ. എന്താ സാർ? എന്താണ് നിന്റെ പേര്? ദാസൻ. ദാസ്. നിനക്കിപ്പോ കാശിന് നല്ല ആവശ്യമുണ്ടല്ലേ? ആർക്കാ സാറേ കാശിന് ആവശ്യമില്ലാത്തത്? സാർ ഇപ്പൊ അംബാനികളോടൊന്ന് വിളിച്ചു ചോദിച്ചു നോക്കി. അവർക്കും കാണും കോടികളുടെ ആവശ്യം. അല്ല സാർ ഇപ്പൊ എന്നോട് ചോദിച്ചത് എന്തെങ്കിലും സംഭാവന തരാനാ? നിന്റെ അധികവായ വർത്താനം എന്റെ അടുത്തെടുക്കല്ലേ? രാമേന്ദ്രൻ നിർത്തടോ. അവനൊരു പാവം. എവിടാ നിന്റെ വീട്? കോയമ്പത്തൂർ. കോയമ്പത്തൂർ എവിടെ? എന്റെ വീട്ടില്, ഈ സിറ്റിക്കുള്ളിൽ. ഇടോ, ഒരുത്തനെ വിശ്വസിക്കാൻ പറ്റാത്ത കാലമാ സാർ. ഈ ലൊക്കാലിറ്റിയിലെ സകല കള്ളന്മാരെ സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ വെറുതെ പറയാ സാറേ. എന്നിട്ട് എന്റെ പുറകിൽ ഒരാൾ നിക്കണതാ. നിർത്തി. കള്ളന്മാരെ കണ്ട തിരിച്ചറിയാമെന്നല്ലേ പ്രിയ പറഞ്ഞത്? അവളൊന്ന് ഐഡന്റിഫൈ ചെയ്യട്ടെ. മോളെന്തി? അവൾക്ക് ഇന്ന് എക്സാമാ. പോകാനുള്ള തയ്യാറെടുപ്പില്ല. കോയമ്പത്തൂർ സെൻട്രൽ. ഈശ്വര, പഠിച്ചതൊന്നും ഓർമ്മ വരുന്നില്ല. ഇന്നത്തെ എക്സാം പോക്കാണെന്ന് എനിക്ക് തോന്നുന്നു. ഇതന്നെ നീ എപ്പോഴും പറയാറ്. എന്നിട്ട് റിസൾട്ട് വരുമ്പോ നിനക്ക് ഫസ്റ്റ് ക്ലാസും ഞാൻ ജസ്റ്റ് പാസും. ജാനു ചേച്ചി, ആ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു വെച്ചേ. പപ്പാ, ഗുഡ് മോർണിംഗ് അങ്കിൾ. മോർണിംഗ്. മോള് നാളെ അങ്കിളിന്റെ കൂടെ സ്റ്റേഷൻ വരെ ഒന്ന് വരണം. ആ കള്ളന്മാരെ ഒന്ന് ഐഡന്റിഫൈ ചെയ്യണ്ടേ? ഓക്കേ അങ്കിൾ, ഇപ്പൊ തന്നെ ലേറ്റ് ആയി. വരട്ടെ അങ്കിൾ. ഓക്കേ, ഓൾ ദി ബെസ്റ്റ്. ബൈ. താങ്ക്യൂ. കോയമ്പത്തൂർ എത്താൻ എത്ര സമയം എടുക്കും അബുക്ക? 2 മണിക്കൂർ എടുക്കും. അത് അബൂക്കയ്ക്ക്. എനിക്ക് 1 മണിക്കൂർ മതി. ഞാൻ വണ്ടി പറപ്പിക്കല്ലേ. എന്റെ കണ്ണിൽ സോഡ കുപ്പി ഇല്ലല്ലോ. പാച കടിക്കാണ്ട് വണ്ടി എടുക്ക. അയ്യോ, എനിക്ക് വേണ്ട. ഇത് തോറ്റത് തന്നെ. പിന്നീട് വിളിച്ചു. Advanced development known as dynamic microprogramming tools. Microprograms എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെട്ട് പഠിച്ച് പരീക്ഷ എഴുതണേ? ഇതുകൊണ്ട് ഇനി ജോലി കിട്ടിയിട്ട് ജീവിക്കണ്ടല്ലോ. 10 തലമുറയ്ക്കുള്ളത് വീട്ടിലുണ്ടാക്കിയിട്ടില്ലേ? Please stop it. 1 മണിക്കൂറിനുള്ളിൽ എന്നെ കോയമ്പത്തൂർ എത്തിക്കുമെന്ന് വാചം അടിക്കുന്നത് കേട്ടു. ഇത് തന്റെ ലോഡ്ക്ക് ടാക്സി അല്ല, ബെൻസാ. സ്പീഡിൽ പോകും. അയ്യോ, ബ്രേക്ക് ചവിട്ടിട്ട് കിട്ടണില്ലേ? ഇതിന്റെ ഹാൻഡ് ബ്രേക്കും കാണില്ലല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇവിടെ അടുത്തൊരു വർക്ക്ഷോപ്പ് ഉണ്ട്, ഒന്ന് കാണിച്ചാലോ? ഈശ്വര, ഇപ്പൊ തന്നെ സമയം വൈകി. അങ്ങനെ ചെയ്യല്ലേ? ഉണ്ണിയേട്ടാ, ഒന്ന് വേഗം. ടെൻഷൻ ആവണ്ട, ഇതെനിക്ക് പരിചയമുള്ള വർക്ക്ഷോപ്പാ. ഇവിടെ എന്റെ വണ്ടി നന്നാക്കാൻ കൊടുത്തിരിക്കുന്നത്. ആ, നല്ല ആളാ. എടോ ദാസ, തന്റെ വണ്ടിയുടെ പണി തീർത്തിട്ട് 3-4 ദിവസമായി. താൻ എന്താ കൊണ്ടുപോണില്ലേ? അത് ഞാൻ നാളെ വന്നിട്ട് എടുത്തോളാം. പിന്നെ ഇതിന്റെ ബ്രേക്ക് ഔട്ടിട്ട് കിട്ടണില്ല. ഒരു വിധത്തിലെ ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ടാ നിർത്തിയത്. ഒന്ന് പെട്ടെന്ന് നോക്കി. ഇത് ബെൻസ് അല്ലേ? ബെൻസിന്റെ വർക്ക്ഷോപ്പിൽ തന്നെ കൊടുക്കണം. ആണോ? അതെ,
ഇവിടെ ബെൻസ് റിപ്പയർ ചെയ്യില്ല അത്രേ. Oh my God, Das, we are too late. അത് ശരി. ഇപ്പൊ എന്റെ പേരിലായി കുറ്റം. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ കുറച്ച് നേരത്തെ ഇറങ്ങിക്കൂടെ? ഇതൊക്കെ നെറ്റിലും ബോൾട്ടിലും ഓടുന്ന സാധനങ്ങളാ. എപ്പോ ഓടും നിൽക്കുന്നൊന്നും പറയാൻ പറ്റില്ല. കരയണു. ഞാനിപ്പോ എന്താ ചെയ്യാ? എന്റെ ഇത്രയും വർഷത്തെ ലക്ഷ്യം ഈ പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്നാ പിന്നെ ടാക്സി വിളിക്കട്ടെ? എങ്കിൽ വേഗം വിളിക്കേ. ടാക്സി വാ മോനെ, ആജാ ആജാ. എന്താ ഭംഗിയതിന്റെ. നിങ്ങൾ തമ്മിൽ പരിചയമില്ലേ? എന്റെ ടാക്സിയാ. കോയമ്പത്തൂർ എയർപോർട്ടിൽ നിന്ന് സ്പീഡ്. ഇതിലവിടെ എത്തുമ്പോഴേക്കും പരീക്ഷ കഴിയും. പരീക്ഷയുടെ കാര്യത്തിൽ എന്നെ ഇവനെ പരീക്ഷിക്കരുത്. എത്ര മണിക്കാ പരീക്ഷ? 10. ഓക്കെ 10. ഇപ്പൊ സമയം 9:15. മാഡം കയറിയട്ടെ. ആ വണ്ടി ഒന്ന് ഒതുക്കിയിട്ടേക്കണേ. ഈശ്വര, മുറുക്കെ പിടിച്ചിരുന്നോളണേ. ഓ മാഡം 9:55 കോളേജ്. I can't believe it. അയ്യോ, ഇനി പരീക്ഷ എഴുതില്ലെന്നോ? ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വരെ വന്നിട്ട്? അയ്യോ അതല്ല, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ You're so sweet. Excuse me? ഇത്രയും സ്പീഡിൽ ഓടുമായിരുന്നെങ്കിൽ ഈ കുട്ടിക്ക് അവിടെ നിന്ന് ഓടിപ്പോന്നാ പോരായിരുന്നു. ആഹാ, കുറച്ചു നേരമായിട്ട് ഒരു ജീപ്പ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടല്ലോ. അവനെ എന്റെ കാലി പിടിച്ച് വലിച്ചത്. ആ ഗ്രൂപ്പ് മൊത്തം ഉണ്ട്. Let's go fast, please. ജീപ്പ് കാണാനില്ലല്ലോ. അവര് ഏതോ വഴിക്ക് പോയെന്നാ തോന്നണേ. എനിക്ക് പേടിയാവുന്നു. പേടിക്കില്ലേ, ജീപ്പ് കാണുന്നില്ല. മാഡത്തെ എന്തിനാ അവര് ഫോളോ ചെയ്യുന്നേ? മദ്രാസിൽ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, അവരെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് തന്നെ അന്ന് വീട്ടിൽ മോഷ്ടിക്കാൻ കയറിയപ്പോഴാ. Go fast.
പപ്പ എസ് പി ഞങ്ങൾ വന്നിട്ടുണ്ട്. എന്തെങ്കിലും വിവരം കിട്ടിയോ? ശ്രീപ്രിയ എക്സാം എഴുതിയായിട്ട് കൺഫേം ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് മിസ്സിംഗ്. എക്സാം കഴിഞ്ഞ് എന്നെ വിളിച്ചിരുന്നു. അപ്പൊ അവള് വളരെ ഹാപ്പി ആയിരുന്നു. ഹൈവേയിലൊന്നും ബ്രേക്ക് ഡൗൺ ആയ ഒരു വണ്ടിയും കണ്ടെത്തിയിട്ടില്ല. ആ റൂട്ടിലെങ്ങും ഒരു ആക്സിഡന്റ് സംഭവിച്ചിട്ടുമില്ല. എന്നിട്ട് അവൾ എവിടെ പോയി? എപ്പോ വിളിച്ചാലും മൊബൈൽ ഔട്ട് ഓഫ് റേഞ്ച്. ശില്പ, നീ പ്രിയയുടെ ഫ്രണ്ട്സിനെ വിളിച്ച് അന്വേഷിച്ചോ? ശ്രീക്ക് ഇവിടെ ഫ്രണ്ട്സ് വളരെ കുറവാ. മദ്രാസിൽ പഠിച്ച കുട്ടിയല്ലേ, അറിയാവുന്ന സ്ഥലത്തൊക്കെ വിളിച്ചു നോക്കി. എന്റെ ബലമായ സംശയം ഇത് ഒളിച്ചോട്ടമാണെന്നാ. ഒളിച്ചോട്ടോ? ആ, ഇവിടെ പുതിയൊരു ഡ്രൈവറില്ലേ ദാസൻ, അവൻ ആളത്ര ശരിയല്ല. അവൻ പ്രിയം കൊണ്ട് ഒളിച്ചോടി തന്നെ, സംശയമില്ല. അനാവശ്യം പറയും. എന്തായി കാണിക്കുന്നത്? ഇങ്ങോട്ട് മാറും. ഇങ്ങ വാ. തനിക്കെന്താ അങ്ങനെ ഒരു സംശയം തോന്നാനുള്ള കാരണം? അവൻ ഇവിടുത്തെ ബെഡ്റൂം വരെ കയറാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തിരുന്നു സാറേ. അവര് തമ്മിലുള്ള ഇടപഴകലും കൊഞ്ചിക്കുഴയിലും കണ്ടപ്പോഴേ എനിക്ക് തോന്നിയിരുന്നു അവര് തമ്മിൽ എന്തോ ഉണ്ടെന്ന്. ഇയാള് വെറുതെ ചുമ്മാ കല്യാണം ഉറപ്പിച്ച പെണ്ണ എന്റെ മോള്. അവളെ എനിക്കറിയാം. അയാൾ പറയുന്നത് വെറുതെ അങ്ങ് തള്ളിക്കളയാൻ പറ്റില്ല. ദർ ഇസ് എ പോസിബിലിറ്റി. ഇത്രയും സുന്ദരിയായ ഫൈനാൻഷ്യലി സൗണ്ടായ ഒരു പെണ്ണിനെ ആരാ മോഹിക്കാത്തത്? വെറും ഒരു ഡ്രൈവറായ അവന്റെ ജന്മം രക്ഷപ്പെട്ടില്ലേ? എന്തായി? സർ, കഞ്ചിക്കോട്ടൊരു വർക്ക്ഷോപ്പിൽ നിന്ന് ഇവിടുത്തെ ബെൻസ് കണ്ടുകിട്ടി. അവിടെ കിടന്ന അവന്റെ ടാക്സിയിലാണ് ശ്രീപ്രിയം കൊണ്ട് അവൻ രാവിലെ പോയിരിക്കുന്നത്. കോയമ്പത്തൂരിലെ സകല മെയിൻ റോഡ്സും ബൈ റോഡ്സും പരിസര പ്രദേശങ്ങളും സെർച്ച് ചെയ്യണം. എല്ലാ സിഗ്നൽസിലും ചെക്ക് പോസ്റ്റിലും അവന്റെ ഡീറ്റെയിൽസ് കൊടുക്കും. ഇറ്റ്സ് എ പ്ലാൻ ജേർണി. എനിക്ക് അവനെ കണ്ടപ്പോഴേ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നിയിരുന്നു. അന്ന് താനല്ലേ പറഞ്ഞത് അവൻ പാവമാണെന്ന്. ഇപ്പൊ എന്തായി? ഊരും പേരും അറിയാത്ത ഒരുത്തനെ പിടിച്ച് ജോലിക്ക് നിർത്തിയിട്ട് എന്റെ മോനിതറിഞ്ഞാൽ. രാമേന്ദ്ര, ഞാൻ പ്രിയ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ MD വിശ്വനാഥന്റെ മകൾ ഒരു ഡ്രൈവറുടെ കൂടെ ഒളിച്ചോടി പോയി എന്ന് നാട്ടുകാർ അറിയുന്നതിന് മുമ്പ് അവളെ ബലമായി ഏതോരുത്തൻ തട്ടിക്കൊണ്ടുപോയി എന്ന് താൻ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യും. ഞാൻ അതനുസരിച്ച് കേസ് ചാർജ് ചെയ്യാം. വിൻസെന്റ്, അവനെ ജീവനോടെ കിട്ടണമെന്നില്ല. പക്ഷേ പ്രിയയ്ക്ക് ഒരു പോറൽ പോലും സംഭവിക്കരുത്. യെസ് സർ. പഴയൊരു ഹെഡ്ലൈറ്റ് ഉണ്ടായത് ബാക്കി. ഇനി ഇതവിടെ കൊടുത്തു. എന്തിനാ ഈ ഗ്യാസ് സിലിണ്ടർ? ഇതേ ഗ്യാസിലോടുന്ന വണ്ടിയാ. ഞാൻ ഗ്യാസ് കൊണ്ട് വണ്ടി ഓടിക്കും. അത്യാവശ്യം വന്നാ കുക്കിംഗ് നടത്തും. അതിനിവിടെ എന്ത് വെച്ച് കുക്ക് ചെയ്യാൻ? ആ ഫസ്റ്റ് എയ്ഡ് ബോക്സ് തുറന്നേ. ഇതിലിത്തിരി അരിയുണ്ട്. എങ്കിൽ അരി വറുത്തതില്ല. വെജിറ്റബിൾസ്. അപ്പൊ വെജിറ്റബിൾ ബിരിയാണി ആക്കാം. വെള്ളം അയ്യോ ക്ഷമിക്കണം, ഞാൻ ഈ പെട്ടെന്ന് ചെയ്തപ്പോ അരിയിലെ കല്ലും മണ്ണൊന്നും കളഞ്ഞില്ല. പിന്നെ കരിവേപ്പില ഇട്ടാതെ ഇപ്പൊ കുറച്ച് കമ്മണിച്ചോച്ചലൂടി ചേർത്തു. അതായിരിക്കും ചിലപ്പോ ഇഷ്ടാവഞ്ഞത്. അയ്യോ, ഡെലീഷ്യസ് എന്ന് വെച്ചാൽ നല്ല സ്വാദം ഉണ്ടെന്നാ. അത് വിശപ്പുള്ളതുകൊണ്ട് തോന്നണതാ. കുറച്ചുകൂടി തരട്ടെ? കമ്മണിച്ചോച്ചോളുണ്ട് ഭയങ്കര ടേസ്റ്റാ. പ്രത്യേകിച്ച് കമ്മണിച്ചാൽ ഭരിക്കില്ലേ ഇപ്പോ. മാഡം, മഞ്ഞുള്ളാതെ വന്ന് കിടന്നോളൂ കേട്ടോ. ഇത്രയും സെറ്റപ്പ് എങ്ങനെയാ ഈ കൊച്ചു കാറിനകത്ത്? മിക്ക ഡ്രൈവേഴ്സിന്റെ വീട് അവരവരുടെ വാഹനം തന്നെയാ. ഇത് ടൂറിസ്റ്റുകൾക്കായി വാങ്ങിച്ച കൊടയാ. ഇതെനിക്ക് മഞ്ഞുള്ളാതിരിക്കാൻ. അപ്പൊ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. മാഡം, മാഡം പേടിക്കണ്ട, കാട്ടി തന്നെ ബെട്ടി. താങ്ക് യു.
അയ്യേ ഇട്ടതുപ്പായിരുന്ന നൈസ് അല്ലേ? വെരി ഗുഡ്. ഒടുക്കത്തുപ്പ്. ഒരു വണ്ടിയുടെ ശബ്ദം. രക്ഷപ്പെട്ടു. ഏയ് ഞാൻ പോവാം, ഞാൻ നോക്കിട്ട് വരാം. ഏയ് നിക്ക. തെന്നി കിടക്ക. ഇവിടെ ആരെങ്കിലും ഉണ്ടാവുമോ? മനുഷ്യവാസമുള്ള ലക്ഷണമില്ല. ഈ കൊടുങ്കാട്ടിലാരാ ഇതുപോലെ ഇടിഞ്ഞു പൊളിഞ്ഞു പോലത്തെ ഒരു വീട് പണിതിരിക്കണേ? ഇങ്ങനെ ആരും പണിതതല്ല. ഇത് ശരിക്കും ഇടിഞ്ഞു വീഴാറായ ബിൽഡിംഗാ. അല്ല, നമ്മളിപ്പോ എന്താ ചെയ്യാ? എന്ത് ചെയ്യാൻ? ഇവിടെയുള്ള കായികനികളൊക്കെ ഭക്ഷിച്ച് ആരെങ്കിലും ഈ കാട്ടിൽ വരുന്നവർ ഇവിടെ തന്നെ താമസിക്കാം. ഇവിടെ സിഗ്നൽ ഉണ്ട്. ഒരു പോയിന്റ് സിഗ്നൽ. നോക്കട്ടെ. ആ ഉണ്ടല്ലോ. കുറച്ചുകൂടി മാറി നിന്ന് കഴിഞ്ഞാൽ കുറച്ചുകൂടി കിട്ടിയാലോ. ഇതാ പിടിച്ചേ. ഇവിടെ ഇപ്പൊ 2 പോയിന്റ് കൂടി ഉണ്ട്. ഇപ്പൊ 4. ഇവിടെ ഇപ്പൊ ഫുൾ റേഞ്ചാ. നമ്പർ പറ. നമ്പർ തരാം. 98460 98460 98460 517 517 517. അയ്യോ സോറി മാഡം, എന്നെ വഴക്ക് പറയരുത്. അതിന്റെ കാശ് എന്റെ ശമ്പളത്തിൽ നിന്ന് പിടിച്ചോ പ്ലീസ്. ഇനിയിപ്പോ എന്താ ചെയ്യാ? നഷ്ടപ്പെട്ടതിനോർത്ത് വിഷമിക്കാതിരിക്കേ. അതല്ല, ഇവിടെ ഇങ്ങനെ നിന്നിട്ട് എന്താ കാര്യം? നമുക്ക് പോവാം. ഒരു ഭാഗത്ത് വില്ലന്മാര്, അതും മല്ലന്മാര്, മറുഭാഗത്ത് വന്യമൃഗങ്ങള്. എന്നെ കൊണ്ട് വയ്യ. ഇത്രയും പേരെ നേരിടാനുള്ള വൈറ്റമിൻസ് എന്റെ ശരീരത്തിൽ ഇല്ലിപ്പോ. മാഡം നിങ്ങൾ വന്നേ. അവിടെ വെക്കണേ. ഞാൻ പോയിട്ടേ അടുത്ത എവിടെയെങ്കിലും ടെലിഫോൺ ബൂത്ത് ഉണ്ടെങ്കിൽ വീട്ടിലേക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് അറിയിച്ചിട്ട് ഉടനെ വരാം. അയ്യോ, എനിക്ക് പേടി ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കാൻ. അയ്യോ, ഇവിടെ ഒന്നും സംഭവിക്കില്ല. അകത്തൊന്ന് കുറ്റിയിട്ടാ മതി. എന്നാലും ദാസൻ, ഞാനിവിടെ. മാഡം ഇപ്പൊ എന്റെ കൂടെ വന്നു കഴിഞ്ഞിട്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് രക്ഷിക്കാൻ പറ്റുന്ന വരില്ല. അതുകൊണ്ടാ ഇവിടെ ആകുമ്പോ സേഫാ. വേഗം കുറ്റിട്ടോ.
നല്ല പാർട്ടിയാ. ഇപ്പൊ വല്ല സിംഹോണം വന്ന് മുട്ടിയെങ്കിലോ? നല്ല വെളുത്ത ബീഫ് മുമ്പിൽ നിൽക്കണാണ്ട് അത് വെറുതെ വിടുവോ? ഞാൻ വന്ന് 3 തവണ മുട്ടും. അപ്പൊ തുറന്നു മതി. വേഗം വരണം കേട്ടോ. ഓക്കെ, ശരി. நீங்க யாரு? கூட வந்த பெண்ணை தானே தெரியுது. உள்ள இருக்கு. பாக்கணுமா? மெதுவா. என் பேர் சக்திவேல். நான் வந்து தமிழ்நாடு போர்ஸ் கார்டு மாதிரி. மலை மேல இருந்து சாருது இல்லையா, நம்ம கடவுள் காட்டுமுத்து தான் காப்பாத்துது. அதனால தான் தண்ணிலே வீழ்ந்தது தெரியுமா? உங்களா தண்ணியில இருந்து கிடைச்சது. பசங்களுக்கு வேலை யாருக்கு கொடுக்காதுன்னு நினைச்சேன். இப்போ எப்படி இருக்கு? பரவாயில்ல. നിങ്ങൾ ആരാ? നിങ്ങൾ എന്തിനാ എന്നെ കൊല്ലാൻ നോക്കിയത്? കൊല്ലാനല്ല ഞാൻ നോക്കിയത്, രക്ഷിക്കാനാ. അല്ലെങ്കിൽ അവര് ഇയാളെ കൊല്ലുമായിരുന്നു. ആര്? എന്റെ കൂടെ വന്നവര്. ഇയാളെ കൊല്ലാനുള്ള കൊട്ടേഷൻ ഏറ്റെടുത്ത സംഘത്തിലെ ആളാ ഞാൻ. പക്ഷെ ഒരാളെയും കൊല്ലാൻ എനിക്ക് കഴിയില്ല. ഇയാൾ അറിയുന്ന ഞാൻ വെറും ഒരു ടാക്സി ഡ്രൈവറാ. പക്ഷേ അതിനു മുമ്പ് ഞാൻ ഗോപാലേട്ടന്റെ മരണശേഷം ബോംബെ വിട്ട് കോയമ്പത്തൂർ എത്തി എനിക്ക് പഴയ കൂട്ടുകാരുമായി പിന്നീട് ഒരു ബന്ധം ഉണ്ടായിരുന്നില്ല. സുജേച്ചി, അവിടെ കിടക്കുന്ന വണ്ടിയാരേ? നിന്നെ കാണാൻ കൂട്ടുകാർ വന്നിട്ടുണ്ട് ബോംബെന്ന്. ജി अरे ये तो बदल गया. साले എത്ര നാളാണ് കണ്ടിട്ട്. ദാസങ്ങളെ
ഇത് ഈ അങ്കിളെന്നാ. ചിന്നുവിനും മാലുവിനൊന്നും സ്കൂളിൽ പോവാറായില്ലേ? ഓട്ടോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം അങ്കിൾ. അതാ ഓട്ടോ വന്നു. ചെൽ, ചെൽ. ബൈ, ബൈ. ബൈ ബൈ. നിങ്ങളെന്താ പ്രത്യേകിച്ച്? ഞങ്ങൾക്കൊരു കൊട്ടേഷൻ കിട്ടി. ഒരു മൾട്ടി മില്ലിയനിയറിന്റെ മകളെ പൊക്കണം. ജി നീയും കൂടി വരണം. അതെ, നമ്മുടെ ASP രാമേന്ദ്ര സാറിന്റെ ഏർപ്പാടാ. നിന്റെ കാര്യം സാർ പ്രത്യേകം പറഞ്ഞു. പുള്ളി സെറ്റ് ചെയ്ത പ്ലാനിൽ നീയാ ഹീറോ. ആരുടെ ഇടപാടാണെങ്കിലും ഞാൻ ആ പണിയൊക്കെ നിർത്തി. ചോദിക്കുന്ന കാശാരാടാ? ആ കാശ് എനിക്ക് വേണ്ട. ഇതൊക്കെ അവസാനിപ്പിച്ച് നിനക്കൊക്കെ വല്ല പണിയെടുത്ത് ജീവിച്ചൂടെ? അതിന്റെ സുഖവും സമാധാനമൊന്നും ഈ പണിക്ക് കിട്ടില്ലടാ. ഉച്ചയ്ക്ക് കഴിക്കാൻ എല്ലാരും കാണുമല്ലോ. ഇല്ല, ഇവരിപ്പോ തന്നെ പോവും. ഓ അത് ശരി, ഇതാണോ നീ കുറച്ചു മുമ്പ് പറഞ്ഞ സുഖവും സമാധാനം? കൂടെ കിടത്താൻ ഒരുത്തിയെ കിട്ടിയപ്പോ നീ മറന്നു പഴയ കൂട്ടുകാരെയൊക്കെ അല്ലടാ. നമ്മൾ ഈ 4 പേരില്ല, നിനക്ക് മാത്രം അമ്മയും മകളും തിരിച്ചറിയാത്തുള്ളൂ. പെണ്ണെന്ന് പറഞ്ഞ ഒറ്റ ഓർത്തുള്ളൂ നിനക്കല്ലടാ. നിനക്ക് ഇവനെ പറ്റി അറിയാലോ. എടാ നിനക്ക് എവിടെ അങ്ങനെ പെരുമാറാൻ നടന്നൂടെ? വില്ലേ എന്നെ പിടിച്ച് വണ്ടി കയറ്റേ. ഇത്തിരി കാശിടുന്ന കാര്യമായിപ്പോ നിന്നെയും കൂടി കൂട്ടാന്ന് കരുതി. നമ്മൾ പഴയ ടീം എന്നും ഒരുമിച്ച് നിൽക്കും എന്ന് വിചാരിച്ചു. നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട, വിട്ടേക്ക്. വരട്ടടാ. ഒരിക്കലും പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു പോലെന്ന് ഉറപ്പിച്ചിരുന്ന എന്നെ വീണ്ടും ഈ കൊലയാളിയുടെ വേഷം കിട്ടിച്ചത് താൻ ഒരാളാ. ഓർമ്മയുണ്ടോ അന്ന് കോയമ്പത്തൂർ എയർപോർട്ടിൽ നിന്ന് എന്റെ ടാക്സി പിടിച്ച ദിവസം? ഞാൻ മൂലം മരിച്ച ഗോപാലേട്ടന്റെ കുട്ടികൾ എന്റെ കയ്യബദ്ധം കൊണ്ട് അപകടത്തിൽപ്പെട്ടപ്പോ ഞാൻ ആകെ തളർന്നു. സ്വന്തം ജീവൻ കൊടുത്തും ആ കുട്ടികളെ രക്ഷിക്കണം, അത് മാത്രമായിരുന്നു എൻ്റെ ചിന്ത. അതിനെനിക്ക് വളരെയേറെ പണം ആവശ്യമായിട്ട് വന്നു. ദാ 3 ലക്ഷം രൂപയുണ്ട്. കൊണ്ടുപോയ കുഞ്ഞുങ്ങളുടെ ജീവൻ രക്ഷിക്കും. ഒരു ചെറിയ കാര്യം കൂടി. ഇതാണ് ഞാൻ പറഞ്ഞ പെൺകുട്ടി. പ്രിയ വിശ്വനാഥ്. നീ ഇവളുടെ വീട്ടിൽ ഡ്രൈവറായി കയറി പറ്റണം. പിന്നെ കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമായി. മുന്നോട്ടുള്ള വഴികളിൽ പലപ്പോഴും എന്നെ കണ്ടേക്കാം. പക്ഷെ ഒരു കാരണവശാലും പരിചയഭാവം പോലും കാണിക്കരുത്. രാമചന്ദ്ര സാറിന്റെ നിർദ്ദേശപ്രകാരം ഞാൻ തന്നെ കാണാൻ ആശുപത്രിയിൽ വന്നത്. പക്ഷേ തന്നെ എനിക്ക് മിസ് ചെയ്തു. അവിടെ വെച്ച് രഹസ്യമായി രാമേന്ദ്ര സാർ തൻ്റെ അഡ്രസ്സ് എനിക്ക് പറഞ്ഞു തന്നു. അങ്ങനെയാണ് ഞാൻ തൻ്റെ വീട്ടിൽ വന്നതും ഡ്രൈവറായിട്ട് ജോലി നേടിയതും. പിന്നീട് അവിടെയുള്ള ഓരോ നിമിഷവും തന്നെ കടത്തിക്കൊണ്ടുപോകാനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയായിരുന്നു ഞാൻ പറഞ്ഞ പ്രകാരം അന്ന് രാത്രി അവര് തൻ്റെ വീട്ടിൽ വന്നത്.
നശിപ്പിച്ചു. എന്ത് ശബ്ദം കേട്ടോ? സ്വന്തം കൂർക്കവലിയുടെ ആയിരിക്കും. തന്നോടുള്ള ഫിറോസിന്റെ പെരുമാറ്റം അന്നത്തെ ആ പദ്ധതി പൊളിച്ചു. എല്ലാം നശിപ്പിച്ചില്ലടാ. ഇവന്റെ വൃത്തിയുടെ സ്വഭാവം കാരണം കൊണ്ടാ അവൾ ഉണർന്നത്. പെണ്ണിനെ കാണുമ്പോൾ അവന്റെ ആർത്തി എന്താണ് പാദസര വിടറാ. ഇനിയിപ്പോ എന്തെങ്കിലും അവര് വരുന്നുണ്ട്. എന്നെ തള്ളിയിട്ടിട്ട് ഓടി രക്ഷപ്പെടാൻ നോക്കാം. പരീക്ഷ കഴിഞ്ഞ് മടങ്ങി വരുന്ന തന്നെ കടത്തിക്കൊണ്ടുപോകാനായിരുന്നു ഞങ്ങളുടെ അടുത്ത നീക്കം. അത് വിജയിച്ചു. അന്ന് ബെൻസ് കേടായതും എൻ്റെ ടാക്സി കാർ ബ്രേക്ക് ഡൗൺ ആയതും തൻ്റെ മൊബൈൽ ഫോൺ കൊക്കയിലേക്ക് പോയതുമെല്ലാം മനഃപൂർവ്വമായിരുന്നു. രാമചന്ദ്രൻ സാറ് പറഞ്ഞ സ്ഥലത്ത് തന്നെ എത്തിക്കുക, അതായിരുന്നു ഞാൻ ഏറ്റ ജോലി. പക്ഷേ അയാൾ തന്നെ കൊല്ലാൻ ഏൽപ്പിക്കുമെന്ന് ഞാൻ കരുതിയില്ല. ആ ദൗത്യം ഞാൻ അപ്പം ഏറ്റെടുത്തില്ലായിരുന്നെങ്കിൽ അതെൻ്റെ കൂടെ ഉള്ളവർ ചെയ്യുമായിരുന്നു. അതിനുശേഷം എങ്ങനെ തന്നെ രക്ഷിക്കുമെന്നായിരുന്നു എൻ്റെ ചിന്ത. എൻ്റെ കൂട്ടുകാരെ കബളിപ്പിച്ചിട്ടാ ഞാൻ തന്നെ കൊണ്ട് ആ കൊക്കയിലേക്ക് എടുത്ത് ചാടിയത്. എന്തിനാ അവരെന്നെ? ഞാൻ എന്ത് തെറ്റാ അവരോട് ചെയ്ത്? എനിക്കറിയില്ല. പാവ എന്റെ പപ്പ ആ ASP അന്ധമായി വിശ്വസിച്ചിരിക്കുക. അത് ശരി. എനിക്കപ്പോഴേ സംശയം ഉണ്ടായിരുന്നു. നിങ്ങൾ മലയാളികളാണല്ലേ? ഞാനൊരു തമിഴാളിയാ. അമ്മ തമിഴത്തി, അച്ഛൻ മലയാളി. അങ്ങനെ തമിഴാളിയായി. നിങ്ങള് പ്രേമിച്ച് ഒളിച്ചോടിയതാണല്ലേ? ഇതാണ് ഞങ്ങളുടെ ഗസ്റ്റ് ഹൗസ്. വാതിലും ജനലും ഇല്ലാത്തതുകൊണ്ട് അടക്കാനും തുറക്കാനും കുറ്റിടാനും ബുദ്ധിമുട്ടുണ്ട. കറണ്ട് ഇല്ലാത്തത് കൊണ്ട് ലൈറ്റ് ഇടാനും നിൽക്കണ്ട. പകലൊക്കെ ഇവിടെ തങ്ങാം, രാത്രി അപ്സ്റ്റെയറിൽ കിടക്കാം. അപ്സ്റ്റെയറിലോ? ആ അതെ, കണ്ടില്ലേ ഫസ്റ്റ് ഫ്ലോർ. ഇവിടെ കിടന്ന് സുനാമിനെ പേടിക്കണ്ട. പിന്നെ രാത്രിയിൽ ആന വെള്ളം കുടിക്കാൻ പോകുന്ന നാഷണൽ ഹൈവേ ആണിത്. അവർക്ക് ശല്യം ഉണ്ടാക്കിയ ചുരുട്ടിയെടുത്ത് മരക്കി കൂട്ടി കഷത്തിലെ പുസ്തകം പോലെ വെക്കും. നമ്മളായിട്ട് എന്തിനാ ആനയുടെ കഷത്തിലെ പുസ്തകം ആണത്? പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. പ്രേമിക്കുന്നവരെ പിരിക്കാൻ ദുഷ്ടശക്തികൾ ശ്രമിക്കും, പക്ഷെ പിടികൊടുക്കരുത്. ശക്തിവേലെ ഞങ്ങളൊന്ന് സഹായിക്കണം. ഇവിടുന്ന് പാലക്കാട് എത്താനുള്ള വഴിയൊന്ന് പറഞ്ഞു തരണം. എത്രയും പെട്ടെന്ന് ഈ കുട്ടിയെ വീട്ടിലെത്തിക്കണം. അപ്പൊ തിരിച്ചുണ്ടാക്കാൻ തീരുമാനിച്ചല്ലേ? പക്ഷേ ഇങ്ങോട്ട് ചാടി അത്ര എളുപ്പമല്ല അങ്ങോട്ടൊക്കെ തിരിച്ചെത്താൻ. ഇന്നെന്താ ആഴ്ച? ബുധൻ. എല്ലാ തിങ്കളാഴ്ചയും ഇവിടുന്ന് ഒരു ട്രാക്ടർ ചന്തക്ക് പോകുന്നുണ്ട്. അതിൽ കയറിയ ചന്തയെന്ന് വല്ല ജീപ്പോ ലോറിയോ കിട്ടും, ഇഞ്ചത്തൊട്ടി വരെ. അവിടെ നിന്ന് ഇഷ്ടം പോലെ ബസ്സുണ്ട് പാലക്കാട്ടേക്ക്.